സത്യത്തിൽ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നടക്കുന്ന സമരം കേരളം മുഴുവൻ കാണേണ്ടതാണ്. ഒരാഴ്ച മുമ്പ് ഇവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വാദം തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSS-ന് വിടുപണി ചെയ്യുന്ന പോലീസാണ് പാലക്കാട്ടെ പോലീസ് എന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ ഇവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം പറയല്ലേ. അന്ന് ഞാൻ RSS-നെതിരെ സംസാരിക്കുമ്പോൾ RSS-ന് വിടുപണി ചെയ്യുന്നവരാണ് പാലക്കാട്ടെ പോലീസ് എന്ന് പറയുമ്പോൾ എന്നെ ആക്ഷേപിക്കാൻ വന്ന CPM നേതാക്കന്മാർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇന്നിപ്പോ അവിടെ ഫീൽഡിൽ സമരം ചെയ്ത UDF സമരത്തോടൊപ്പം നിന്ന കുറച്ചാളുകൾ, ആ ആളുകളായിട്ടുള്ള CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന് വരെ ബോധ്യമാവുകയാണ് RSS-ന്റെ വിടുപണി ചെയ്യുന്ന കേന്ദ്രമാണ് പാലക്കാട്ടെ പോലീസ് എന്ന് അവർക്ക് പോലും ബോധ്യമാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുക. ഈ വിഷയത്തിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇന്നെടുത്ത സമീപനം തന്നെ നോക്കൂ. സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, അവർ കേസെടുക്കട്ടെ. UDF-ന്റെ കൗൺസിലർമാരെ പുറത്താക്കി ഗേറ്റ് അടച്ചിട്ടുണ്ട്. പക്ഷേ UDF-ന്റെ കൗൺസിലർമാരെ, വനിതാ കൗൺസിലറെ അടക്കം തലക്കടിച്ച BJP-യുടെ നേതാക്കന്മാർ കൗൺസിലറിയിരിക്കുക പോലീസ് സംരക്ഷണത്തിൽ. അതെന്ത് നീതിയാ? കൊലക്കേസ് പ്രതികൾ അടക്കമുള്ള RSS-ന്റെ ഗുണ്ടകൾ മുനിസിപ്പാലിറ്റിക്കകത്തിരിക്കുക, കൗൺസിൽ മീറ്റിംഗിനകത്തിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, കൗൺസിൽ മീറ്റിംഗിൽ എന്താ ഈ കൊലപാതകങ്ങൾക്ക് കാര്യം, ക്രിമിനലുകൾക്ക് എന്താ കാര്യം? ഞാൻ പറഞ്ഞ വാദം തന്നെയാണ് ഇവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം പറയുന്നത്. RSS-ന് വിടുപണി ചെയ്യുന്ന കേന്ദ്രമായി ഈ പോലീസ് സ്റ്റേഷൻ മാറുന്നു. അവർ തന്നെ പറഞ്ഞത് ഇന്ന് നിങ്ങൾ എല്ലായിടത്തും കാണിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്.